ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഡ്രീം യുഗ ഹോണ്ട ഡ്രീം യുഗ വണ്ടി ജനറൽ സർവീസായിട്ട് കിട്ടിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്, പുതിയ ലൈനറാണ്. നമുക്ക് അത്യാവശ്യം അത് ഇത് എറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബിനകത്തുണ്ട്. അതൊക്കെ അല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ നമ്മൾ വണ്ടി എടുത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. നമുക്ക് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതായത് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ. തന്നെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട്. അതിൻ്റെയാണ് ആ സൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ, പ്ലഗ്, അതേപോലെ എഞ്ചിൻ ഓയിൽ, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നതും കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്നുള്ളൂ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കാർബറേറ്ററൊക്കെ ഒന്ന് ട്യൂണിങ് ചെയ്താൽ മതി. നമുക്ക് പൊല്യൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ കാർബറേറ്റർ ട്യൂൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാർബറേറ്റർ ട്യൂണിങ് നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊല്യൂഷൻ പാസ്സായിക്കോളൂ. അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗം നോക്കുമ്പോഴും നമുക്ക് കാര്യമായിട്ടുള്ളൊരു കരിയുടേതായിട്ടുള്ള പ്രസൻസ് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂൺ ചെയ്താൽ അത് ക്ലിയറായി കിട്ടിക്കോളും. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമായാലും നമ്മളതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട അയച്ച്. ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ് കിടക്കണേ. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ ഓൾറെഡി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാം. ഒന്ന് നമുക്ക് അതിൻ്റെ മീറ്റർ മെക്കാനിസം കംപ്ലൈൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ കിലോമീറ്റർ ഓഡോമീറ്റർ കറക്റ്റ് അല്ല. അതായത് ഇടയ്ക്ക് വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ വർക്കിംഗ് ആക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് ജസ്റ്റ് സ്പീഡ് അറിയാൻ പറ്റുമെന്നുള്ളതേ കൊണ്ട് വണ്ടി എത്ര കിലോമീറ്റർ കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ള ദിവസമൊന്നും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഓൾറെഡി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. നമ്മളത് തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടിയാൽ പോലും ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു അടി വന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ സെൻട്രൽ വന്നെ ഈ കോൺ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്, ടി സ്റ്റെമ്മ് തന്നെ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഇതുപോലെ 2021 മോഡൽ ആമറോണാണ് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി. അത് 4 ആമ്പിയർ വരുന്ന ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12.80 റേഞ്ചിലൊക്കെ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ഓൾറെഡി ടെസ്റ്റിലേക്ക് കൊടുത്താലും ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ. പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അതായത് നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ്, ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഓയിൽ ചേഞ്ച്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഓക്കെ.